ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നെയ്യപ്പത്തിനുള്ള പച്ചരി ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ കുതിർത്തി വൃത്തിയാക്കി എടുത്തത് നമുക്ക് ഒരു തോർത്ത് മുണ്ടിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം വലിയാൻ വെക്കാം. അപ്പോൾ ഈ പച്ചരിയൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിവിടെ പൊടിച്ചിട്ടാണ് നെയ്യപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനിവിടെ മധുരത്തിന് ശർക്കര എടുത്തിട്ടുണ്ട്. 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 പകുതി ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ 4.5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നല്ല കറുത്ത ശർക്കരയാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ അപ്പത്തിന് നല്ല കളറും കിട്ടും. അപ്പോൾ ഇനി ഇതൊന്ന് ഉരുക്കി എടുക്കാം. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകാനായിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ശർക്കരയാണ്. അപ്പോൾ പച്ചരി ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ച് കഴിഞ്ഞിട്ട് പുട്ടിന് തരിക്കുന്ന ആ തരിപ്പയിൽ വെച്ചിട്ടാണ് ഞാൻ തരിച്ചെടുക്കുന്നത്. നല്ലോണം നൈസായി പോവണ്ട, കുറച്ചൊക്കെ ഒരു തരി വേണം. പുട്ടിൻ്റെ തരിപ്പയിൽ തന്നെ തരിച്ചെടുക്കുമ്പോൾ തരി ഉണ്ടാവും. അപ്പോൾ ആ ബാക്കി വരുന്ന തരി ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ചോറൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് നമുക്ക് ഫുള്ള് തരിച്ചെടുക്കാം ആദ്യം. അപ്പോൾ ബാക്കി വന്ന തരിയാണിത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. പിന്നെ ഏലക്കായയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ ഈ അരച്ചെടുക്കുന്ന സമയത്ത് 1-2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനിയും അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇളം ചൂടിലാണിപ്പോൾ ശർക്കരപ്പാനി ഉള്ളത്. ഇനി മാവ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വെന്ത് പോവുള്ളൂ. അപ്പോൾ ഇത് മാവ് ഒഴിച്ചിട്ടൊന്ന് വേഗം ഇളക്കി കൊടുക്കുക. ചെറിയ ചൂട് തന്നെ ഉള്ളൂ, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കട്ട കെട്ടാതെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ മാവ് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ തേങ്ങ ചിരവിയതാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നെയ്യപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത്ര നേരമൊക്കെ വെക്കുമ്പോൾ മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് മാവൊന്ന് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 4 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ മാവ് ഇവിടെ കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ കട്ടി വേണം മാവിന്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോ തവിയായിട്ട് ആ നടുഭാഗത്തേക്ക് മാത്രം മെല്ലെ ഒഴിച്ചു കൊടുക്കുക, താഴ്ത്തി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഈ നെയ്യപ്പം ഒന്ന് പൊങ്ങി വന്നാൽ സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നിട്ട് വേണം 2 സൈഡൊന്ന് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.